ഈ ചൂടിന് പുറത്തുനിന്നൊക്കെ വരുമ്പോൾ ഇതുപോലെയുള്ള നല്ല വെറൈറ്റി ഡ്രിങ്ക്സ് ഒക്കെ ആവശ്യമുള്ളവർ സേവ് ചെയ്ത് വെച്ചോളൂ. ആദ്യം തന്നെ സോസ്പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കളറിന് വേണ്ടിയിട്ട് ഒരു പീസ് ബീട്രൂട്ടും പിന്നെ ചൈന ഗ്രാസും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്ത് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അരിച്ചിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളെല്ലാവരും കിച്ചണിൽ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നവരാവൂലേ. അപ്പോൾ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ ബാമ്പുവിൻ്റെ കട്ടിംഗ് ബോർഡൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ബാമ്പുവിൻ്റെ കട്ടിംഗ് ബോർഡ് കൂടുതലും ഇങ്ങനെ പശ വെച്ചിട്ടൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും. അതുപോലെ അതിൽ കരിമ്പനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിംഗ് ബോർഡ് നോക്കൂ, ഇത് അക്കേഷ്യ വുഡിൽ ചെയ്തിട്ടുള്ള ഒരു കട്ടിംഗ് ബോർഡാണ്. നല്ല കനമുള്ള കട്ടിംഗ് ബോർഡാണ്. 1 ഇഞ്ച് കനവും അതുപോലെ 12 ഇഞ്ച് നീളവും 9 ഇഞ്ച് വീതിയുള്ള കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഇത് കട്ടിംഗ് ബോർഡ് മാത്രമായിട്ടല്ല കേട്ടോ, നമുക്കിത് ടേബിളിലൊക്കെ പിസ്സ പോലുള്ളതൊക്കെ സെർവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കട്ടിംഗ് ബോർഡ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള ഈ ഒരു നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. സിംഗിൾ പീസിൽ വരുന്നൊരു ബോർഡാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ നമ്മുടെ ജെല്ലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. പിന്നെ അതാ പൂവമ്പഴം എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ആവശ്യത്തിന് പാലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുതിർത്തെടുത്തിട്ടുള്ള കസ്കസും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ജെല്ലും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.